നിങ്ങൾ ഈ ഡയലോഗ് കേട്ടിട്ടുണ്ടോ? ശോഭ ചിരിക്കുന്നില്ലേ? വടക്കു നോക്കി യന്ത്രം എന്ന സിനിമയിൽ ശ്രീനിവാസൻ പറയുന്ന ഡയലോഗാണ്. എന്നായിരിക്കും നിങ്ങൾ കരുതുക. എന്നാൽ ഇങ്ങനെയൊരു ഡയലോഗ് ആ സിനിമയിലില്ല. ആ ഡയലോഗ് ദാ ഇങ്ങനെയാണ്, കണ്ടു നോക്കൂ. ബാർബറോട് എന്തുണ്ട്? അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും, അപ്പോൾ വൃദ്ധൻ രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ. ഇതെനിക്ക് ഇപ്പോ പ്രസ്സിൽ വെച്ച് തോന്നിയതാണ്. ദിനേശേട്ടൻ എന്ത് പറ്റി? ശോഭയ്ക്ക് തമാശ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല അല്ലേ? വേറെ ഒന്നുകൂടി പറയാം. കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്ന ഡയലോഗ് നിങ്ങൾ കേട്ടിരിക്കും. എന്നാൽ ഈ ഡയലോഗും തെറ്റാണ്. അത് ദാ ഇങ്ങനെയാണ്. ഏതായാലും സത്യമറിയാൻ സുമതിയടത്തേക്കൊന്ന് എഴുതുന്നുണ്ട്. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടിമാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. ഇതെന്താണ് ഇങ്ങനെ? വേറൊന്നുകൂടെ പറയാം. എന്നോടോ ബാല എന്ന ഡയലോഗ്. ഇത് കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ മമ്മൂട്ടി ശ്രീനിവാസിനോട് പറയുന്ന ഡയലോഗായിട്ടാണ് എല്ലാവരും കരുതുന്നത്. എന്നാൽ ഈ ഒരു ഡയലോഗ് ആ സിനിമയിൽ എവിടെയും ഇല്ല എന്നതാണ് സത്യം. സംശയമുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കൂ. മോശാവസ്ഥയിൽ നീ എന്നെ കാണരുതെന്ന് എനിക്ക് തോന്നി. ഒരുപക്ഷെ അതെന്റെ അപകർഷതാബോധമായിരിക്കാം. എന്റെ മുമ്പിലോ ബാല, ഞാനങ്ങനെ വിചാരിച്ചു പോയി. ഇതിന് കാരണം എന്താണ്? ഇതിനെയാണ് മണ്ടേല എഫക്റ്റ് എന്ന് പറയുക. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതിനെ പറ്റിയാണ്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ എഫക്റ്റിന് മണ്ടേല എഫക്റ്റ് എന്ന പേര് എങ്ങനെ വന്നു? നെൽസൺ മണ്ടേല എന്ന വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? മുൻ സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് ആണ്. വർഷം 1980 കാലഘട്ടം. അന്ന് നെൽസൺ മണ്ടേല ജയിലിൽ വെച്ച് മരിച്ചു എന്ന സ്വപ്നം കുറെ ആളുകൾ കണ്ടതായി അവകാശപ്പെട്ടു. എന്തിനു പറയുന്നു, മരിച്ചതിന്റെ വാർത്തകളും ശവസംസ്കാര ചടങ്ങുകൾ പോലും ആളുകൾ സ്വപ്നം കണ്ടു. ചിലർ നെൽസൺ മണ്ടേല മരിച്ചു എന്ന് വരെ വിശ്വസിച്ചു. എന്നാൽ അദ്ദേഹം 1990 ജയിൽ മോചിതനാവുകയും പിന്നീട് 2013 മരണപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? കുറെ ആളുകൾ ഒരുപോലെ സ്വപ്നം കണ്ടു, ഒരുപോലെ മരിച്ചു എന്ന് വിശ്വസിച്ചു, ഒരുപോലെ ഒരു തെറ്റായ കാര്യം വിശ്വസിച്ചു. ഇനി ഇത് പാരലൽ യൂണിവേഴ്സിന്റെ തെളിവാണോ, അതോ സിമുലേഷൻ തിയറിയോ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ചില ഉദാഹരണങ്ങൾക്ക് പുറമെ വേറെ ചിലതുണ്ട്. അതിൽ ഒന്നാണ് ബൈറൺ സ്റ്റൈൽ ബിയേഴ്സിൻ്റെത്. ഇത് വളരെ ഫേമസ് ആയ ഒരു കാർട്ടൂൺ കഥാപാത്രമാണ്. ഇതിലെ പ്രശ്നം സ്പെല്ലിംഗ് ആണ്. വർഷങ്ങളായി എല്ലാവരും വിശ്വസിച്ചിരുന്നത് BERENSTEIN ബിയേഴ്സ് എന്നാണ്. എന്നാൽ അത് തെറ്റാണ്. ശരിക്കും അത് BERENSTIAIN ബിയേഴ്സ് എന്നാണ്. അവിടെ ടി കഴിഞ്ഞ് ഇ അല്ല എ ആണ് വരുന്നത്. രണ്ടാമത്തേത് ഇതാണ്. ഈ കഥാപാത്രത്തെ എല്ലാവർക്കും അറിയാം. പിക്കാച്ചു എന്ന പോക്കിമോൻ കഥാപാത്രമാണ് അല്ലേ? ഇതിന്റെ വാല് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിക്കാച്ചുവിന്റെ വാലിന് ശരിക്കും ഒരു കറുത്ത ഷെയ്ഡ് ഉണ്ടായിരുന്നു, അതോ അത് ഇല്ലായിരുന്നു? ഉണ്ടായിരുന്നു എന്നാണ് എല്ലാവരും വിശ്വസിക്കുക. എന്നാൽ സത്യത്തിൽ പിക്കാച്ചുവിന്റെ വാലിൽ അങ്ങനെയൊരു ഷെയ്ഡ് ഉണ്ടായിരുന്നില്ല, വെറും മഞ്ഞ മാത്രമായിരുന്നു. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലോകത്തുള്ള ഒട്ടുമിക്ക ആളുകളും ഒരുപോലെ ഒരേ കള്ളങ്ങൾ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണിത്? മണ്ടേല എഫക്റ്റിനെ പറ്റി മനഃശാസ്ത്രജ്ഞർ പറയുന്നത് എന്താണ്? നമ്മുടെ ബ്രെയിനിന് എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കാൻ പറ്റില്ല. ചില കാര്യങ്ങളിൽ തെറ്റ് വരും. നമ്മുടെ കമ്പ്യൂട്ടറിലെയും മൊബൈലിലെയും ഒക്കെ ആപ്പുകളിൽ ബഗ് വരുന്നത് പോലെ ചില സമയത്ത് നമ്മുടെ മനസ്സിൽ ചില ഓർമ്മകൾ കടന്നു വരും. അങ്ങനെ വരുമ്പോൾ അതിനെ ഫുൾഫില്ല് ചെയ്യാൻ ബ്രെയിന് തന്നെ ഒരു സീൻ സൃഷ്ടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഒരേ സമയം 2 ഓർമ്മകളായി അത് ചേർക്കുകയോ ചെയ്തേക്കാം. അതുകൊണ്ടാണ് ശോഭ ചിരിക്കുന്നില്ലേ എന്ന ഡയലോഗ്, എന്നോടോ ബാല എന്ന ഡയലോഗ് എല്ലാം കയറി വന്നത്.
പിന്നെ മീംസുകളും ട്രോളുകളും ഇത്തരം ഡയലോഗുകൾ പലതവണ തെറ്റായി കാണിച്ചതിനാൽ നമ്മുടെ ബ്രെയിൻ അത് വിശ്വസിച്ചു. അടുത്ത തിയറി മൾട്ടിവേഴ്സിനെ പറ്റിയാണ്. മണ്ടേല എഫക്റ്റിനെ മൾട്ടിവേഴ്സുമായി കണക്ട് ചെയ്ത് പറയാറുണ്ട്. അതായത് ഈ തിയറി അനുസരിച്ച് മൾട്ടിവേഴ്സുകൾക്കിടയിൽ പല മാറ്റങ്ങൾ വന്നേക്കാം. മൾട്ടിവേഴ്സ്, പാരലൽ യൂണിവേഴ്സ്, ഇതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതാ സൈഡിൽ വരും, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കണ്ടു നോക്കൂ. എന്നോടോ പാല എന്ന ഡയലോഗ് ഒരുപക്ഷെ മറ്റൊരു യൂണിവേഴ്സിൻ്റെതാണെങ്കിലും അവിടെ ആ സിനിമയിൽ മമ്മൂട്ടി ശ്രീനിവാസിനോട് ഈ ഡയലോഗാണ് പറയുന്നതെങ്കിലും ഇനി ഇത് മറ്റൊരു യൂണിവേഴ്സ് നമ്മുടെ യൂണിവേഴ്സുമായി ഓവർലാപ്പ് ചെയ്തതാണോ? കൊഹറൻസ് എന്ന സിനിമയിലെ പോലെ. ടൈം ട്രാവലും ഈ മണ്ടേല എഫക്റ്റിന് കാരണമായേക്കാം എന്ന് ചിലർ പറയുന്നു. അതെങ്ങനെ? അതായത് ആരെങ്കിലും ഒരാൾ ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലേക്ക് പോയി അവിടെ എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോൾ വന്ന മാറ്റമാണെങ്കിലോ ഇത് സാധ്യതയില്ലാതില്ല അല്ലേ? അല്ലെങ്കിൽ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് സിമുലേഷൻ തിയറിയുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഗ്ലിച്ച് ഇൻ ദ മെട്രിക്സ് ആണെങ്കിലോ? അപ്പോൾ എന്താണ് ഇതിൻ്റെ എല്ലാം യാഥാർത്ഥ്യം? ഈ ഓർമ്മത്തെറ്റുകൾ പാരലൽ യൂണിവേഴ്സിന്റെ തെളിവുകളാണോ, അതോ നമ്മുടെ തലച്ചോറ് നമ്മെ പറ്റിക്കുകയാണോ? ഇതിന് കൃത്യമായ ഉത്തരം ഇല്ല എന്നതാണ് സത്യം. എന്നാൽ പോലും ഒരു കാര്യം ഉറപ്പാണ്, ഈ എഫക്റ്റ് നമ്മുടെ ഓർമ്മകളെയും യാഥാർത്ഥ്യത്തിനെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഈ മണ്ടേല എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അതേപ്പറ്റി പേഴ്സണലായി എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇവ കൂടാതെ നിങ്ങൾക്കറിയാവുന്ന മണ്ടേല എഫക്റ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.